സ്തോത്രം. നവംബർ മാസം 15-ാം തീയതി നമുക്ക് ദൈവസേനയിൽ വചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ഗുണം കർത്താവ് നൽകി തന്നിരിക്കുന്ന ഈ സാവകാശനായി സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമറ്റം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായിട്ട് പ്രിയ സഹോദരി കർത്താവിന്റെ ദാസി സിസ്റ്റർ ബാപ്സി ജോസഫിനെ ഞാൻ ലൈനിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസേനയിലായിരിക്കാം. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. പരിശുദ്ധനാം കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ജീവിതയാത്രയത് ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്, ജീവിതയാത്രയത് ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്, ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, ഈ മരുയാത്രയത് തിരുകൃപ മതി എനിക്ക്, വിശുദ്ധിയോട് തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോദിച്ചിരിപ്പാൻ തിരുകൃപ മതി എനിക്ക്,
വിശുദ്ധിയോട് തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഊതി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മാരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ഈ മാരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധനാം താതനേ, കരുണയൻ സാഗരമേ, കൃപയിന്നുറവിടമേ, ആശ്വാസദായകനേ. പരിശുദ്ധനാം താതനേ, കരുണയൻ സാഗരമേ, കൃപയിന്നുറവിടമേ, ആശ്വാസദായകനേ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മാരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. ഈ മാരുയാത്രയത് തിരുകൃപ മതി എനിക്ക്. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ യാത്രയിൽ കർത്താവിന്റെ കൃപ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രത്യാശയുടെ, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ സങ്കേതം, നമ്മുടെ കൃപ, നമ്മുടെ ഉറവിടമായ ഹല്ലേലൂയ സ്തോത്രം ആ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ പ്രത്യാശയിൽ മാത്രം പുതുക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടിയ പ്രിയ കർത്താവിന്റെ ദാസിയുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന്റെ വേലയിൽ കുടുംബമായിട്ട് അവരെ ഇനിയും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവകൃപ ധാരാളമായി പകർന്ന് നമ്മെ ആ കുടുംബത്തെ പ്രത്യേകം കർത്താവ് സഹായിക്കട്ടെ. രാത്രിയിലെ വചന സുഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഹല്ലേലൂയ സ്തോത്രം വചനം സംസാരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമറ്റം, പാട്ടുപാടിയ സിസ്റ്റർ ബാബ്സി പാലമറ്റം, കുഞ്ഞുങ്ങളെ രണ്ടുപേര് ജെയ്സി അവരെ ഓർത്തുകൊണ്ടും കുടുംബത്തെ ഓർത്തുകൊണ്ടും ലൈനിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹത്തിന് വേണ്ടിയും ലൈനിലായിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, വാഗ്ദത്തത്തിൽ വിശ്വസന ഭാഗമാരാത്തവനുമായ സ്വർഗസ്നായ കർത്താവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ ബാധപിടുത്തൽ കടന്നു വരുവാനും കർത്താവേ ഹല്ലേലൂയ സ്തോത്രം ഒന്നിച്ച് കർത്താവേ അങ്ങയുടെ വചനം പഠിപ്പാനും ഒക്കെ അടിയങ്ങൾക്ക് തരുന്ന സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലം കർത്താവേ ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രാർത്ഥിച്ചതായ കർത്താവിന്റെ ദാസലിക്കുട്ടി ആന്റിയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മെ തന്നെ ദൈവസനയിൽ ദൈവവചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവെ, ഇന്ന് രാത്രികാലം എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. വചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ. വചനത്തിന്റെ സത്യങ്ങളെ പറഞ്ഞു തരുവാൻ തക്കോണം ദൈവദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നാം ദൈവസനിലായിരിക്കുമ്പോൾ വചന സൂക്ഷയ്ക്കായിട്ട് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമറ്റത്തെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കാം. പ്രൈസ് ഗോഡ്. ഓക്കെ. നല്ല രാത്രി സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പകലിലെ തിരക്കിനൊക്കെ ശേഷം വൈകിയ സമയത്ത് അല്പസമയം ദൈവത്തിലേക്ക് അടുത്ത് വന്ന പാടുവാനും വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. പിന്നെ നമ്മൾ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ തക്കണം നമ്മൾ തന്നെ ഏൽപ്പിക്കാം. ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകി വരുന്ന താൻ ദാസൻ
സാക്ചറിയെ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. സിസ്റ്റർ ബിജി കുഞ്ഞുങ്ങൾ, ആ കുടുംബം അനേകർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ലൈനിലൂടെയുള്ള പ്രാർത്ഥനകളും ഒക്കെ അനേകർക്ക് വിടുതൽ കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. പിന്നെയും ദൈവം പ്രിയ ദേവാസിനെയും കുടുംബത്തെയും ശക്തിയുടെ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രികാലം പാട്ട് പാടിയ ബെബ്സി, പ്രാർത്ഥിച്ച പ്രിയ ദേവദാസി, അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രികാലം ഈ പ്രയറിലുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന യേശു ക്രിസ്തുനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 10 ബൈബിൾ സ്റ്റഡി സമയങ്ങളിൽ ഫിലിപ്പിയ ലേഖനം എന്റെ പശ്ചാത്തലവും ആമുഖവും പിന്നെ 1-ാം അധ്യായവും കവർ ചെയ്യേണ്ട നമ്മൾ 11-ാമത്തെ ബൈബിൾ സ്റ്റഡിയെ കിടക്കുകയാണ്. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 1-4. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. Therefore, if you have any encouragement from being united with Christ, if any comfort from His love, if any common sharing in the Spirit, if any tenderness and compassion, then make my joy complete by being like-minded, having the same love, being one in spirit and of one mind. Do nothing out of selfish ambition or vain conceit. Rather, in humility, value others above yourselves, not looking to your own interests, but each of you to the interests of the others. നമുക്കൊരു വാക്ക് ദിവസമല്ല പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നുള്ള രാത്രി വേളയ്ക്ക് അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ പാതവിടെ ഞങ്ങൾക്ക് അല്പസമയം കടന്നു വന്നായിരിക്കാൻ തക്കോണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്ന അവിടുത്തെ ആ സ്നേഹത്തെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ ജീവിതകാലങ്ങളൊക്കെയും അവിടുത്തെ കാര്യത്തിൽ ഞങ്ങളെ വഹിച്ചല്ലോ. അവിടുത്തെ പുത്രന്റെ കാലക്ഷേത്രത്തിൽ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. കണ്ണിലെ കൃഷ്ണമുടി പോലെ കാത്ത് പരിപാലിച്ചല്ലോ. ഇപ്പോൾ ഞങ്ങളെ ശ്രേഷ്ഠമായി കരുതുന്നല്ലോ. ഈ കഴിഞ്ഞ പകലിലും അവിടുത്തെ കാര്യത്തിൽ ഞങ്ങളെ വഹിച്ചല്ലോ. ഈ സമയം നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെ അല്പസം ഞങ്ങൾ ജെറുസലേമിലായിരിക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ പാതവിടെ ഇരിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി അവിടുത്തെ വഴിച്ചോട് ഞങ്ങളോട് സംസാരിക്കുമാറാണോ. അത് അടിയനും ഈ ഫോണിലേക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൽ കാരണമാക്കി തിരക്കണമേ. വളരെ സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്ത് ഞങ്ങളായിരിക്കുന്നു. കർത്താവിന്റെ വരവും ആ സമയമായിട്ട് ഞങ്ങൾ അറിയുന്നു. ഈ വേളയിൽ ഞങ്ങൾ ജെറുസലേമിലായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഈ രാത്രികാലം വചനം കേൾക്കുമ്പോൾ ഒന്നുകൂടി അവിടുത്തെ വരവിനെ ഒരുക്കുവാന്, ഞങ്ങളിലൂടെ അനേകം ഒരുക്കപ്പെടുവാന്, ഞങ്ങള് അവിടുത്തെ സന്നിധിയില് അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി ഒരു മുഖാന്തരമായി ഒരു പ്രയോജനമുള്ള മാത്രമായി അവിടുത്തെ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടേണ്ടതിനായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ രാത്രികാലം അവിടുത്തെ ശബ്ദങ്ങളെ കേൾപ്പിക്കണമേ. പുതിയ ബലത്തോടെ ഞങ്ങളെ ശക്തിയോടെ അങ്ങനെ ഒന്നും ശക്തീകരിക്കണമേ. വരയൊരുക്കണമേ. അനുകരിക്കോടെ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗ്ഗപിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തില് അതിന്റെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹമുണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരെ ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുന്നത് 1-2 വാക്യങ്ങൾ അങ്ങനെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ദൈവസഭയിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ക്രിസ്തുവിലുള്ള ഐക്യത എന്ന അതിശ്രേഷ്ഠമായ കാര്യത്തെക്കുറിച്ച് 1-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ച ശേഷം അതേ ആശയം വീണ്ടും 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് തുടർന്ന് നമുക്ക് കാണാം. ഫിലിപ്പിയ സഭയെക്കുറിച്ച് അനേക നല്ല കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ പൗലോസ് പ്രതിപാദിച്ചത് നാം ചിന്തിച്ചുവല്ലോ. അവരുടെ സുവിശേഷത്തിനായുള്ള പോരാട്ടം, സാമ്പത്തികമായ സഹായം, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങി അനേകം നല്ല കാര്യങ്ങൾ അവരെ കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ദൈവസഭയ്ക്കുള്ളിലെ ഐക്യമില്ലായ്മ അസമാധാനത്തിനും തകർച്ചയും കാരണമായി തിരുവല്ല. അതിനാല് ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ ഐക്യമുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു വരുന്നത്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ പറഞ്ഞത്, ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ നിലനിൽക്കുകയില്ല എന്നാണല്ലോ. സഭയിൽ ഉണ്ടാകേണ്ട ഐക്യത മാനുഷികമായ നിർബന്ധാലല്ല, പിന്നെയോ പരിശുദ്ധാത്മ പ്രവർത്തിയാൽ ഉളവായി വരേണ്ട ഒന്നാണ്.
ഓരോ വിശ്വാസിയും താഴ്മയോടെ ദൈവകരങ്ങൾ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവിക കൽപ്പനകൾ ഏറ്റെടുക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത സഭയിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടാവാനിടയായി തീരും. അഭിനന്ദനാർഹമായ ഇക്കാര്യങ്ങളൊക്കെയും അവർ സഭയായി പുറമേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അനേകമായിട്ടുണ്ടായിരുന്നു. അതേസമയം അവരുടെ സഭയ്ക്കുള്ളിലെ കാര്യങ്ങൾ അത് മാതൃകാപരമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഐക്യതയും ഏകചിന്തയും ഏകലക്ഷ്യവും നട്ടുവളർത്തേണ്ടത് ആവശ്യമാണെന്ന് പൗലോസിന് ബോധ്യമായി. തന്റെ കൂട്ടുവേലക്കാരനായ എപ്പഫ്രോദിത്തോസ് ആണ് ഫിലിപ്പോയിൽ നിന്നുള്ള സാമ്പത്തിക സഹായവുമായി റോമില് അപ്പോസ്തലൻ പൗലോസിന്റെ അടുത്ത് എത്തുവാനിടയായി തന്നത്. സാധാരണഗതിയിൽ ഒരു സഭയിൽ നിന്ന് ഒരാൾ തന്റെ അടുത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് അപ്പോസ്തലൻ പൗലോസിനാൽ സ്ഥാപിതമായ സഭ, അങ്ങനെ ഒരാൾ വരുമ്പോൾ പൗലോസ് സഭയിലെ ഓരോ കാര്യങ്ങളും താല്പര്യപൂർവ്വം ചോദിച്ചറിയുക എന്നൊരു സാധാരണ കാര്യമായിട്ട് കാണാൻ സാധിക്കും. ഇന്നാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചെയ്യുക. അങ്ങനെ സഭ ചെയ്തു വരുന്ന നല്ല കാര്യങ്ങളോട് കൂടി അനൈക്യം എന്ന ദോഷകരമായ കാര്യം കൂടെ പൗലോസ് അറിയാനിടയായിത്തീരുന്നു ഇവിടെ. നമുക്കറിയാം, ഒരു പാത്രം പാലിൽ ഒരു തുള്ളി വിഷമോ ഒരു ഈച്ചയോ വീണാൽ പോലും ആ പാല് ഉപയോഗശൂന്യമായി തീരുന്ന പോലെ അനേക സൽപ്രവർത്തികൾ ചെയ്തു വന്നിരുന്ന സഭയില് അനൈക്യം നിലനിൽക്കുന്നത് ദൈവജനത്തെ ആത്മീയമായി മുരടിപ്പിലേക്ക് നയിക്കുന്ന ഇടയാകും എന്നുള്ള തിരിച്ചറിവില് അക്കാര്യത്തിലൊരു പരിഹാരം പൗലോസിൽ നിന്ന് എപ്പഫ്രോദിത്തോസ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ഇക്കാര്യം പൗലോസിനെ അറിയിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവജനത്തിന്റെ മധ്യേ അനൈക്യം നിലനിന്നാല് അവരെ ആത്മീയ പരാജയത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കുന്നതാകിയാല് പൗലോസ് ഇക്കാര്യത്തെക്കുറിച്ച് തന്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ ഫിലിപ്പിയ സഭയുടെ മാത്രമല്ല, പല സഭകളെ സംബന്ധിച്ചു. 1 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള 8 വരെയുള്ള വാക്യങ്ങളില് പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസത്തിൽ തമ്മിലുള്ള ഭിന്നത, കലഹം, വ്യവഹാരം എന്നീ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തതുണ്ട്, നഷ്ടം ഏറ്റുകൊള്ളാത്തതുണ്ട്. അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗികൾ, മദ്യപന്മാർ, വഴിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കില്ല എന്നിവിടെ പറഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം ഇതേ ആശയം തന്നെ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോഴും അപ്പോസ്തലൻ പൗലോസോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗലാത്യർക്ക് 5:15 വരെയുള്ള വാക്യങ്ങൾ നമുക്കിടെ കാണാം. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോയിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ലെന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷനും ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാര എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് പിന്നെ വിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാൻ, വെറുക്കൂത്ത് ഇതെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം ആവശ്യമൊക്കെയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോഴും നിങ്ങളോട് മുമ്പ് കൂട്ടി പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം ഇവയ്ക്ക് വിരോധമായ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഇപ്രകാരമുള്ള ജഡത്തിന്റെ പ്രവൃത്തികളെ പറ്റി പറഞ്ഞു വന്നിട്ട് അതിന്റെ ഭവിഷ്യത്വം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇവ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇപ്രകാരമുള്ള ജഡത്തിന്റെ ഇച്ഛകളെ നീക്കിക്കളഞ്ഞാലേ സഭയെ ശുദ്ധീകരിക്കുവാനും ദൈവപ്രകാരം മുമ്പോട്ട് നയിക്കുവാനും കഴിയുകയുള്ളൂ എന്നാണ് അപ്പോസ്തലൻ പൗലോസോട് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ താഴ്മയെ ജീവിതത്തിൽ മാതൃകയാക്കിയതോടെ മാത്രമേ ഐക്യം സാധ്യമാകൂ എന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സ്വഭാവത്തിന്റെ അടിസ്ഥാന ഘടകം ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവുള്ള പതറാത്ത വിശ്വാസവുമായിരിക്കണം. അപ്പോസ്തലിക കാലഘട്ടത്തിലെ പോലെ ഇന്നത്തെ സഭകളും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് സഭകളിലെ ഐക്യമില്ലായ്മ. അന്നത്തെ പോലെ ഇന്നും സഭകൾ പുറമേക്കുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടായിരിക്കാം. അത് സുവിശേഷ വിരുദ്ധ ബന്ധത്തിലാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സഭകളോട് ചേർന്ന് പൊതുവായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സഭകളെ കുറിച്ച് മറ്റുള്ളവർക്ക് പുറമേക്ക് നല്ല മതിപ്പും ഉണ്ടായിരിക്കാം. എന്നാൽ അകമേക്ക് വ്യക്തികൾ തമ്മിലുള്ള യഥാർത്ഥ ഐക്യവും പരമാർത്ഥത്തോടിയ സ്നേഹവും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം.
ഐക്യമില്ലായ്മ സഭയിലുണ്ടായിട്ട് അത് പക്ഷങ്ങളിൽ എടുക്കുന്നതിനും കക്ഷി തിരിഞ്ഞ് വഴക്കുണ്ടാക്കുന്നതിനും അവസാനം പൊട്ടിപ്പിരിഞ്ഞ് പല സഭകൾ ഉണ്ടാകുന്നതിന് ഇടയാക്കിയേക്കാം. ഇതിനൊക്കെ കാരണം വിശ്വാസത്തിലെ അനൈക്യമാണ്. ഇന്നാലെ അകത്ത് തന്നെ അത് ഒന്നും വലിയ പ്രശ്നം കലഹമായി തീരുന്നില്ലെങ്കിൽ പോലും ഉള്ളിൽ ആ അനൈക്യം സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് തന്നെ സഭയ്ക്കുള്ളില് ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരുന്ന തടസ്സമായി തീർന്നേക്കാം. അതിനെപ്പറ്റി അപ്പോസ്തലൻ പൗലോസ് പിന്നീട് പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നു വരും. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കും. ഫിലിപ്പിൽ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ക്രിസ്തുവിന്റെ പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സറിയും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഐക്യതയ്ക്ക് അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ 1-ാം വാക്യത്തിൽ നോക്കാൻ സാധിക്കും. ആത്മീയ ഐക്യം താഴ്മയുള്ള ഹൃദയത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. ക്രിസ്തീയ സംഘടനയുടെ ഇടയിൽ ഐക്യമായി പ്രവർത്തിക്കുന്ന ഐക്യവേദികളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. അതിന് നാം ഐക്യം അഥവാ യൂണിറ്റി, ഏകരൂപം അഥവാ യൂണിഫോമിറ്റി, ഏകീകരണം അഥവാ യൂണിയൻ എന്നീ വാക്കുകൾ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇതൊക്കെ ഒരു മിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിൽ പുറമേക്കുള്ള നാമമാത്രമായ ഐക്യത്തെ കാണിക്കുമ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്ന ആത്മീയ ഐക്യം ഉള്ളിലുള്ള യഥാർത്ഥ ഭക്തിയുടെയും ആത്മീയ പക്വതയുടെയും ബാഹ്യമായ ഒരു സ്വാഭാവിക ഒരു പ്രകടനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങുന്നത്. എൻകറേജ്മെന്റ് ഇൻ ക്രൈസ്റ്റ്. ഇവിടെ പറയുന്ന ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉള്ളതിനാൽ എന്ന അർത്ഥത്തിലാണ്. ഇവിടെ പറയുന്ന പ്രബോധനം, ആശ്വാസം, കൂട്ടായ്മ, ആർദ്രത അഥവാ മനസ്സിലും എന്നീ 4 കാര്യങ്ങളും സാങ്കല്പികങ്ങളല്ല യാഥാർത്ഥികളായുള്ള വസ്തു കാര്യങ്ങളാണ്. പ്രബോധനം എന്ന വാക്ക് പാരക്ലിറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആശ്വാസം, പ്രോത്സാഹനം എന്നീ അർത്ഥങ്ങൾ അതിനുണ്ട്. അതേ ഗ്രീക്ക് വേർഡ് യോബിന്റെ പുസ്തകത്തില് 16:2 ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അപ്പൊ ആശ്വാസം എന്നുള്ളതിനോട് ചേർത്താണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ ലഭ്യമാകുന്ന പ്രോത്സാഹനത്താൽ വ്യക്തികൾ പരസ്പരം ക്രിസ്തുവിനോട് ഐക്യപ്പെടണം. അങ്ങനെയുണ്ടാകുന്ന ഐക്യത്താൽ സകല ഭിന്നതയോടും യാത്ര പറഞ്ഞ വിശ്വാസികൾ പരസ്പരം ഐക്യം സ്ഥാപിക്കേണ്ടതായി തീരണം. 2ാമത്തെ ആ ഭാഗം എൻ്റെ നമ്മൾ വായിക്കുന്നത് സ്നേഹത്തിന്റെ വല്ല ആശ്വാസം എന്നുള്ളതാണ്. കംഫർട്ട് ഓഫ് ലവ്. ദൈവസ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം പകരുന്നത്. ആ വിശ്വാസികളെല്ലാവരും ദൈവസ്നേഹം നിറഞ്ഞ് ആത്മീയ ഐക്യമുള്ളവരായി തീരുമ്പോൾ സ്നേഹത്തിൽ ഏകീഭവിക്കുന്നതിനിടയായിത്തീരും. സ്നേഹമുള്ളവർ അസഹിഷ്ണുത കാണിക്കുകയോ അസൂയപ്പെടുകയോ ചെയ്യില്ല. ആത്മപ്രശംസ ചെയ്യുകയോ അഹങ്കരിക്കുകയോ ചെയ്യുകയില്ല. അതേസമയം ക്ഷമയും കാരുണ്യവും ഉണ്ടായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരിലാണ് സമാധാനവും ഐക്യതയും ഒക്കെ കാണപ്പെടേണ്ടിയിരുന്നത്. പിതാവായ ദൈവം പാപികളും ദോഷികളുമായിരുന്നു നമുക്ക് വേണ്ടി സ്വപുത്രനെ നമ്മുടെ വീണ്ടെടുപ്പിനായി ക്രൂശിൽ കൈവിട്ട സ്നേഹം. ഇതുപോലെ നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിസ്വാർത്ഥമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലെ വിശ്വാസികൾ തമ്മിലുണ്ടായിരുന്ന ആ സ്നേഹം എല്ലാ വിശ്വാസികളുടെയും ഉള്ളങ്ങളെ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ സ്നേഹം അവരിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്നതിനും ദൈവത്തെ അറിയാത്തവരിലേക്കും അത് പകരപ്പെടുന്നതിനും അവരും ദൈവസ്നേഹത്തിലേക്ക് അടുത്തു വരുന്നതിനിടയായിത്തീരും. അങ്ങനെയാണ് മറ്റുള്ളവരും ദൈവത്തെ അറിയാൻ, കർത്താവിനെ അറിയേണ്ടതായിരുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 3ാമത്തെ ഭാഗം ആത്മാവിന്റെ വല്ല കൂട്ടായ്മ, ഫെലോഷിപ്പ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ കൂട്ടായ്മ എന്നത് നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ ശുശ്രൂഷയാണ് കാണിക്കുന്നത്. ആത്മസ്നാനവും കൃപാവരങ്ങളും പ്രാപിച്ച വിശ്വാസി ആത്മാവിന്റെ ആധിപത്യത്തിന് വിധേയനാകിയാൽ അങ്ങനെയുള്ള വ്യക്തിയിൽ ഉളവാകേണ്ട ആത്മീയ ഗുണമാണ് ഐക്യം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സകല വിശുദ്ധന്മാരും ഒരേ ആത്മാവിന്റെ പങ്കാളികളും ക്രിസ്തുവിൽ ഏക ശരീരവും അന്യോന്യം സഹോദരന്മാരുമായി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകക്കാരെ പലരുമായി നമുക്ക് കൂട്ടുകെട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ പറയുന്ന കൂട്ടായ്മ അത് ലോകക്കാരുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടിനെയല്ല കാണിക്കുന്നത്. പിന്നെയോ ദൈവമക്കളുമായി ഉള്ള ആ കൂട്ടായ്മ, അത് ദൈവമക്കളുമായി മാത്രമേ, ഒരു ദൈവവൈതലിനും മറ്റു ദൈവവൈതലുമായി മാത്രമേ ആ ആത്മീയ കൂട്ടായ്മ, ആത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടാകുവാനിടയായി തീരത്തുള്ളൂ. അത് പുറത്തുള്ളവരുമായി ആ ഒരു കൂട്ടായ്മ ഉണ്ടാകത്തില്ല. ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം നമുക്കറിയാം രക്തബന്ധത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ്. ആത്മാവിന്റെ കൂട്ടായ്മയാലുള്ള ഈ സാഹോദര്യബന്ധം വളരെ ആഴത്തിൽ ഉള്ള ഒന്നാണ്. അത് പലപ്പോഴും ദൈവജനത്തിന് വേണ്ടവണ്ണം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകാറുണ്ട്. അത് കാരണമായി ഉറ്റു സ്നേഹിക്കുകയും പരസ്പരം കരുതുകയും ചെയ്യേണ്ടി വരും. പലപ്പോഴും പരസ്പരം പോരടിക്കുകയും ഭിന്നിച്ച് മാറുകയും ചെയ്യുന്ന സ്ഥിതിയിൽ ചെന്നെത്താറുണ്ട്. അതിന്റെ 4ാമത്തെ ഭാഗം നിങ്ങൾ നല്ല ആർദ്രതയും മനസ്സലിവും, അഫെക്ഷൻ ആൻഡ് കമ്പാഷൻ എന്നുള്ള ഭാഗം നമ്മൾ കാണുന്നത്.
അപ്പൊ ആർദ്രതയുള്ളവരുടെ സാമീപ്യവും ഇടപെടലും മറ്റുള്ള ഹൃദയത്തെ തണുപ്പിക്കുന്നതിനിടയിൽ ചേരും. പ്രത്യേക അങ്ങനെയുള്ള ഒരു സാന്നിധ്യം ഭാരത്തിലും വേദനയിലും ആയിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനത്തിനും കാരണമായി ചേരും. പൗലോസ് ഫിലോമോനിൽ ലേഖനം എഴുതിയപ്പോൾ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. അപ്പൊ ആർദ്രത ഫലമായി ഒരുവരുണ്ടാകുന്നതാണ് മനസ്സലിവ്. ആർദ്രത, മനസ്സലിവ്, സഹാനുഭൂതി ഇവയെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നവയും രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ടതുമായ ഗുണഗണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു വിശ്വാസി ഇതിൽ അനുദിനം വർദ്ധിച്ചു വരേണ്ടതുമാണ്. ദൈവജനം കൂട്ടുവിശ്വാസികളെ അന്യോന്യം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഞെരുക്കത്തിലായിരിക്കുന്നവരെ ഭൗതികമായി കൈത്താങ്ങൽ നൽകി സഹായിക്കേണ്ടതും ആവശ്യമാണ്. അതാണ് സ്വാർത്ഥയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന മനസ്സലിവ്. ഇങ്ങനെ ദൈവജനം നല്ല മാതൃകയോടെ തങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ അന്യോന്യമുള്ള അകൽച്ച മാറുന്നതിനും പരസ്പര വിശ്വാസം വർദ്ധിക്കുന്നതിനും സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നതിനോട് ഇടയായിത്തീരും. സഭകളുടെ നേതൃത്വത്തിലുള്ളവരായാലും താഴെത്തട്ടിലുള്ളവരാണെങ്കിലും പ്രാദേശിക സഭയിലുള്ളവരാണെങ്കിലും പരസ്പരമുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി ദൈവസ്നേഹം നഷ്ടപ്പെട്ടവരായി എതിരാളികളായി മാറി പരസ്യമായി പോരടിക്കുന്ന സ്ഥാനത്ത് പൗലോസിലൂടെ പറഞ്ഞിരിക്കുന്ന 4 വിധ കാര്യങ്ങൾ: ക്രിസ്തുവിലുള്ള പ്രബോധനവത, പ്രോത്സാഹനം, സ്നേഹത്തിന്റെ ആശ്വാസവത, ദൈവസ്നേഹം, ആത്മാവിന്റെ കൂട്ടായ്മ അഥവാ പങ്കാളിത്തം, ആർദ്രതയും മനസ്സലും ഇവയൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരമുള്ള പോരും സ്നേഹക്കുറവും മാറി അന്യോന്യം ഉറ്റു സ്നേഹിക്കുന്നവരായി പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നവരായി മനസ്സിലുള്ളവരായി അന്യോന്യം താങ്ങുന്നവരും ആയിത്തീരും. അതാണ് ദൈവത്തിന്റെ സഭയെ പറ്റി ആഗ്രഹിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസിനോട് ഇവിടെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അത് സഭയുടെ കെട്ടുറപ്പിനും ശക്തിക്കും മുഖാന്തരമായി തരും. എന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെടാത്തവര് ദൈവജനത്തിനിടയിലെ സ്നേഹവും അതിലൂടെ ഉളവാകുന്ന സൽപ്രവൃത്തികളും കണ്ട് അവരും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനും അത് സഭയുടെ വളർച്ചയ്ക്കും കാരണമായി തീരുന്നുള്ള യാതൊരു സംശയമില്ല. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കാണ് വായിക്കുന്നത്: നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏക മനസ്സ്, വൺ മൈൻഡ്, അല്ലെങ്കിൽ ഒരേ ചിന്ത എന്നുള്ള ആശയം. അതുപോലെ ഏക സ്നേഹം, നമുക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്ന ദൈവസ്നേഹം, ഐക്യമത്യം, ഏക ഹൃദയം അഥവാ ഹൃദയ ഐക്യം, ബീങ് ഓഫ് വൺ അക്കോർഡ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആത്മാവിലുള്ള ഐക്യത്തെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകഭാവം, വൺ പർപ്പസ്. അപ്പൊ ഒരേ ലക്ഷ്യം, ചിന്ത, സ്നേഹം, ആലോചന, ഇക്കാര്യങ്ങളിൽ യോജിപ്പുള്ളവരായി ഓരോ വിശ്വാസിയും ഐക്യത്തിൽ വളർന്നു വരണം എന്നാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഏക മനസ്സെന്ന് പറയുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി ഒരു ഏക മനസ്സുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഏക സ്നേഹം, പരസ്പരമുള്ള ബന്ധത്തില് ഏക മനസ്സോടെ ഒരുമയോടെ സ്നേഹിക്കുക നമുക്ക് കഴിയണം. ഏകഭാവം, തമ്മിൽ താഴ്മ ധരിച്ചവരായി താഴ്മയുടെ ഭാവത്തോടെ ആയിരിക്കണം. ഫിലിപ്പി സഭയില് ഇപ്രകാരം ഒരു ഐക്യം ഉണ്ടാവാനിടയായാൽ 2-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ പൗലോസിന് സന്തോഷം പൂർണ്ണമായി തീരുവാനിടയായി തീരുമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ സഭകളിൽ ഐക്യമില്ലാതായാൽ അത് സമാധാനകാംക്ഷികളായ എല്ലാവർക്കും മാനസിക ക്ലേശം വരുത്തുന്നതിനും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതുമായിത്തീരും. ശാരീരിക പീഡ പോലെ തന്നെ മനസ്സിനെയും ശരീരത്തെയും തടസ്സമാണ് മാനസിക പീഡ. സഭകളുണ്ടാകുന്ന അസമാധാനവും വഴക്കുകളും അത് നേതൃത്വമുള്ളവർ മുഖാന്തരം ഉണ്ടാകുന്നതാണെങ്കിലും അതല്ല വിശ്വാസികൾ മുഖേന ഉണ്ടാകുന്നതാണെങ്കിലും സഭയെ ആകമാനം മാനസികമായി തടസ്സമിടയായിത്തീരും. സഭയുടെ വളർച്ചയ്ക്ക് അത് തടസ്സമായി തീരാനിടയുണ്ട്. സഭയുടെ സർവ്വശ്രദ്ധയും വഴക്കുകൾ തീർക്കുന്നതിലേക്ക് തിരിയുന്നതോടെ ആത്മീയ വളർച്ചയിലേക്കോ സുവിശേഷീകരണത്തിലേക്കോ സഭയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാതെ പോകും. അതുവഴി സഭയുടെ ദൗത്യത്തിൽ നിന്ന് സഭ വഴിമാറിപ്പോയിടയായിത്തീരും. ഇതാണ് പിശാചിന്റെ സഭയെക്കുറിച്ചുള്ള പദ്ധതി. ഇവിടെ അറിഞ്ഞോ അറിയാതെയോ പലരും പിശാചിന്റെ കരങ്ങളിൽ ആയുധമായി മാറുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. എഫീസ് ലേഖനം 6:12 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്ര. എന്നാൽ ഈ വസ്തുത അവഗണിച്ചിട്ട് ലോകപരമായ പല താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും പിന്നെയും ജഡരക്തങ്ങളോട് അഥവാ സഹോദരങ്ങളോട് പലരും പോരടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പലയിടത്തും സഭകളിലെ വിശ്വാസികൾ തമ്മിലുള്ള വഴക്കുകൾ സഭയെ ആത്മീയമായി തളർത്തുവാനിടയുണ്ട്. മുൻപോട്ട് പോകാൻ ആവാത്ത വിധം പിടിച്ചുലയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. സഭയെ നയിക്കുന്നവരോട് വിശ്വസ്തയും അനുസരണയും കാണിക്കേണ്ട കടമ വിശ്വാസികൾക്കുണ്ട്. എബ്രായ ലേഖനം 13:17 നമ്മിങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ
നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യവരുടെ വരുത്തുവി, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. നമ്മളവിടുന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കോളുവിൽ നമ്മൾ വായിക്കുന്നു. ശാഠ്യവും ദുരഭിമാനവും ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ എതിർപ്പും ഒരുവൻ തെറ്റോ ശരിയോ എന്ന് ചിന്തിക്കാതെ ഞാൻ പറഞ്ഞാണ് ശരി, അത് മാത്രമേ നടക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നതാണ് ശാഠ്യം എന്ന് നോക്കാൻ സാധിക്കും. അതൊരു സെൽഫിഷ് അംബീഷൻ എന്ന് നമുക്ക് തന്നെ പറയാം. ഞാൻ പറയുന്ന ഇവിടെ നടക്കുവാൻ പാടുള്ളൂ, മറ്റുള്ളവരോടുള്ള അനിഷ്ടവും അസൂയൊക്കെയാണ് ശാഠ്യത്തിന്റെ മൂല കാരണം. ഇത് ആത്മാവിനെയല്ല ജഡത്തിന്റെ പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗലാത്യലേഖനം 5:19-21 വാക്യങ്ങൾ കാണുന്ന ജഡത്തിന്റെ പ്രവൃത്തികളാണ് വിശ്വാസങ്ങളുണ്ടാകുന്ന ശാഠ്യത്തിന് കാരണം. ജഡത്തിന്റെ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു ലിസ്റ്റുണ്ട്. ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഠ്യം, ദുന്തപക്ഷം, ഭിന്നത, അസൂയം, മദ്യപാനം, വെറുക്കൂത്ത് എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കും ദൈവരാജ്യം ആവശ്യമാക്കില്ല നമ്മൾ മുമ്പേ വായിച്ചത്. അപ്പൊ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് ദുരഭിമാനം അല്ലെങ്കിൽ വെയിൻ ഗ്ലോറി എന്ന് പറയുന്ന കാര്യം. ആ ജഡത്തിന്റെ പ്രവൃത്തിയോട് അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ്. ഒരു വിശ്വാസിക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ച്. അത് യേശു ക്രിസ്തുവോട് നമുക്ക് ലഭിച്ച രക്ഷ, സ്വർഗീയപിതാവിന്റെ മക്കളും സ്വർഗീയപിതാവിന്റെ ഓഹരിക്ക് അവകാശികളും നിത്യരാജ്യത്തിന് അവകാശികളും എന്ന പദവികൾ, നാം മുമ്പ് സാത്താന്റെ അധീനത്തിൽ പാപികളായിരുന്ന അവസ്ഥയിൽ നിന്നും പാപമോചനം പ്രാപിച്ച് ഇപ്പോൾ സ്വർഗീയപിതാവിന്റെ ഭവനക്കാരായി തീർന്നിരിക്കുന്നുള്ള കാര്യങ്ങൾ, ഇനിയും നാം കർത്താവിനൊപ്പം നിത്യമായി വാഴുവാൻ പോകുന്നു. അങ്ങനെ ദൈവകൃപയാൽ നാം എന്തായിരിക്കുന്നുവോ, ദൈവകൃപയാൽ നമ്മിൽ കൂടി എന്ത് ദൈവം ചെയ്തിരിക്കുന്നുവോ തുടങ്ങിയ കാര്യങ്ങളാണ് നാം അഭിമാനിക്കേണ്ടത്. അവൻ ന്യായമായി അഭിമാനിക്കുവാൻ അർഹതയില്ലാത്തതിൽ അഭിമാനിക്കുന്നതെല്ലാം വൃഥാഭിമാനമായി കാണാൻ സാധിക്കും. ഒന്നുകൂടെ പറയാം, ന്യായമായി അഭിമാനിക്കുവാൻ അർഹതയില്ലാത്തതിൽ അഭിമാനിക്കുന്നതിലെല്ലാം വൃഥാഭിമാനം നമുക്ക് കാണാൻ സാധിക്കും. ഗലാത്യർ 5:26 നാം വായിക്കുന്നുണ്ട്, നാം അന്യോന്യം പോരിന് വിളിച്ചു അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃദ്ധാഭിമാനികൾ ആകരുത്. റോമർക്ക് 12:3 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരും പറയുന്നു. അപ്പൊ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന അതിലുപരിയായി നാം നല്ലവരാണെന്നോ, അതിലുപരിയായി നാം ഉന്നതരാണെന്നോ, അതിലുപരിയായി നാം കഴിവുള്ളവരാണെന്നോ, അതിലുപരിയായി നാം ധനമുള്ളവരാണെന്നോ, അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ നാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയോ അഭിനയിക്കുകയോ ചെയ്യാനിടയായി തീരുമ്പോഴാണ് ഇങ്ങനെയുള്ള വൃഥാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കടന്നു വരുന്നത്. ചില വ്യക്തികളുടെ സ്വാർത്ഥപരമായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് മിക്കപ്പോഴും സഭകളിലെ പ്രശ്നങ്ങളുടെ മൂലകാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള അതെല്ലാം വൃഥാഭിമാനത്തിൽ നിന്ന് ഉളവായി വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള നീക്കങ്ങൾ സഭകൾ നടത്തുന്നവർ മറ്റു ചിലരെ കൂടെ തങ്ങളുടെ കൂടെ കൂട്ടുവാൻ ശ്രമിക്കും. അങ്ങനെയാണ് സഭകളിൽ പക്ഷങ്ങൾ രൂപം കൊള്ളാനിടയായി തീരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പക്ഷം പിടിച്ച പ്രവർത്തനങ്ങൾ ഉൾപ്പെടാതെ വിശ്വാസികൾ ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് തുടർന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം, താഴ്മയുടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിനെന്നാണ്. നമ്മെ വിളിച്ച് വേർതിരിച്ച യേശു ക്രിസ്തു കാണിച്ചെന്ന മാതിരിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിലും ജീവിതത്തിലും കൂടിയാണ് താഴ്മ എന്ന് നാം പഠിക്കേണ്ടത്. താഴ്മയും വിനയവും ഒരുവനിലുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് ഒരു ശക്തിയാണ്, ബലമാണ്. അത് അനുദിന ജീവിതത്തിലെ പ്രായോഗികമാക്കുന്നവർ കർത്താവിനെ പിൻപറ്റുന്നവരായിരിക്കും. അവർ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായിത്തീരുകയാണ് അത് അങ്ങനെ ജീവിക്കുന്നവരോട് ചെയ്യുന്നത്. ദൈവവും മനുഷ്യരും ആദരിക്കുന്നത് താഴ്മയോടുകൂടിയ ജീവിതമുള്ളവരെയാണ്, ഇപ്രകാരമുള്ളവരെയാണ് സഭയ്ക്കുള്ളിലോ പുറത്തോ ദൈവത്തിന്റെ ഹിതത്തിനായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുക. ലോക മനുഷ്യർ അവരാണ് ഉന്നതരെന്ന് ചിന്തിക്കുന്നവരാണ്. ലോകക്കാരും മിക്കവാറും ഞാനാണ് ഉന്നതൻ എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായിരിക്കും. മറ്റുള്ളവരെയൊക്കെ തന്നെക്കാൾ താഴ്ന്നവരായിട്ടായിരിക്കും അവർ കാണുക. എന്നാൽ വിശ്വാസി എപ്പോഴും തന്റെ സ്ഥാനം മറ്റുള്ളവരുടെ കഴിഞ്ഞാണ് എന്ന് ചിന്തിക്കേണ്ടത് തീരണം. ഗലാത്യർ 6:3 ഇങ്ങനെ വായിക്കുന്നുണ്ട്, താൻ അല്പനായിരിക്കെ മഹാൻ എന്നൊരുത്തൻ നിരൂപിച്ച തന്നെ താൻ വഞ്ചിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞതുപോലെ പലരും മുഖ്യസ്ഥാനം ആഗ്രഹിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് കൂട്ടു സഹോദരൻ തങ്ങളാക്കാൻ ശ്രേഷ്ഠത കാണാൻ കഴിയാറില്ല. 1 പത്രോസിന്റെ ലേഖനം 5:6 വാക്കിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, അവണ്ണം ഇളവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ,
എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു പോയി. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ള കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയം നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പിൻ. ഇവിടെ നമ്മൾ വായിച്ച് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുമാത്രമല്ല, ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താഴ്മയോടെ താണിരിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്. ദൈവം തക്ക സമയത്ത് അവരെ ഉയർത്തിനിടയായി തീരും എന്നാണ്. അപ്പൊ ലോകത്തിന്റെ പാഠങ്ങൾക്ക് നേരെ എതിരാണ് ദൈവത്തിന്റെ പാഠങ്ങൾ. ലോകം പറയുന്നത് നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ശക്തിയോടെ മുന്നോട്ട് പോയി കാര്യങ്ങൾ പിടിച്ചെടുത്ത് മുന്നിടണം എന്നുള്ളതാണ് ലോകം പറയുന്നത്. അത് മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല, അത് മറ്റുള്ളവരെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ലോകം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ വചനം, നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്ന അങ്ങനല്ല. താഴ്മയോടെ ദൈവത്തിൽ താണിരിക്കുവാൻ ചെയ്യണം. അത് നിങ്ങളുടെ ഏറ്റവും മുൻപിൽ വരാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ലീഡർ ആകാൻ ആഗ്രഹിക്കുന്ന ആള് നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അത് ഞാൻ ഇവിടെയും പറയുന്നത്. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. അപ്പം ആ മനുഷ്യന് ഉയർത്തുന്നതിന് പരിമിതി ഉണ്ടെങ്കിൽ, മനുഷ്യൻ ചിന്തിക്കുന്നതിലുപരിയായി പരിമിതി ഇല്ലാതെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് ദൈവം അവരോട് ചെയ്യുന്നൊരു കാര്യമാണ്, അവരെ ദൈവം ഉയർത്തിനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് അവരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ കഴിയും, ദൈവനാമത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കാൻ കഴിയും. വിശ്വാസിയുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനും 2-ാം സ്ഥാനം മറ്റുള്ളവർക്കും, 3-ാമത് ഞാൻ എന്നൊരു നിലയിലായിരിക്കും നാം ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. റോമർക്കെഴുതിയ 12:10 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഫിലിപ്പിയർ 2:4 കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. അപ്പൊ ഓരോരുത്തൻ സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, പിന്നെയോ മറ്റുള്ളവരുടെ താല്പര്യം കൂടെ പരിഗണിക്കണം. മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് നാം ഓരോരുത്തരും. എന്നാൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ നന്മ ചെയ്യാൻ കഴിയാറുണ്ടോ? മത്തായി 7:12 നാം ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞ വചനം വായിക്കുന്നത്, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. അതുപോലെ മത്തായി 19:19 നമ്മൾ വായിക്കുന്നത്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അവിടെ അയൽക്കാരൻ എന്നുള്ളത് ആ കൂട്ടുകാരൻ എന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ അയൽക്കാരനെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കണം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവര് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നന്മയാണ്. ഹല്ലേലൂയ. നാം അന്യോന്യം നന്മ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. മറ്റ് സഹോദരൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളും അവരുടെ ആവശ്യങ്ങളും അറിഞ്ഞ് അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നാം കണ്ട് പ്രവർത്തിക്കുവാൻ ഇടയായി തീരണം. നമുക്കറിയാം, ദൈവവചനത്തില് കർത്താവിന്റെ അടുത്ത് വന്ന് എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു നല്ല ശമരിയാക്കാരന്റെ കഥ അല്ലെങ്കിൽ ഉപമ പറയുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ കൂട്ടുകാരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ആവശ്യക്കാരനായിരിക്കുന്ന ആരാണോ അവരാണ് നമ്മുടെ കൂട്ടുകാരൻ. നമ്മൾ മുഖാന്തരം നമ്മുടെ സഹായം ആവശ്യമുള്ള വ്യക്തി ആരാണോ അവരാണ് നമ്മുടെ കൂട്ടുകാരൻ, അവരാണ് നമ്മുടെ അയൽക്കാരൻ എന്നുള്ള ഒരു നല്ല പാഠോടെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. നാം എവിടെയായിരിക്കുന്നോ അവിടെ നമ്മുടെ മുമ്പാകെ ഒരു ആവശ്യപൂർവമായ ഒരുവൻ നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ആളിനെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് നമുക്ക് കഴിയണം. അപ്പം മറ്റ് സഹോദരങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളോ അവരുടെ ആവശ്യങ്ങളോ അറിഞ്ഞ് അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നാം കണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ഇടയായിത്തീരണം. അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറാതെ നാം അതിൽ താല്പര്യമുള്ളവരായി നമ്മെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ഇടയായിത്തീരണം. മറ്റുള്ള കാര്യത്തിന് മുൻഗണന നൽകുന്നത് നമുക്ക് ഇടയായിത്തീരണം. അതേസമയം നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്, എന്നാൽ അതൊരു സ്വാർത്ഥ മനോഭാവത്തോടുകൂടി ആയിരിക്കാൻ ഇടയാകരുത്. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ലഭ്യമാകുന്ന അവസരങ്ങളെല്ലാം നമുക്ക് മാത്രം ലഭിക്കണമെന്ന് വിചാരിക്കാതെ അത് മറ്റുള്ളവർ കൂടി ലഭിക്കുവാൻ തക്കവണ്ണം വിട്ടുകൊടുക്കുവാൻ തക്കണം നമുക്ക് ഇടയായിത്തീരണം. ചിലയിടങ്ങളിലും കൂടി വരുന്ന ചില ഇടങ്ങളിൽ കൂടി വരുന്ന സഭ നശിച്ചാലും കൂടെ ആരാധിക്കുന്നവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എന്റെ ഇഷ്ടം മാത്രം നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള കടുംപിടുത്തം ഉപേക്ഷിക്കുവാൻ വിശ്വാസികൾ തയ്യാറാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം ഉള്ളിൽ കിടക്കുമ്പോഴാണ്
അങ്ങനെയുള്ള ആ മനോഭാവം ഒരു വ്യക്തിയിൽ ഇടയായിത്തീർന്നത്. നമ്മൾ ചിന്തിച്ച പോലെ ആ ജഡത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ജഡചിന്തകൾ മനസ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ തന്നെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വേനത്തിൽ സ്ഥാനം കൊടുക്കാൻ ഇടയായി തീരാതെ ആ ജഡത്തിന്റെ ചിന്തകൾ ആ വ്യക്തിയെ ഭരിക്കുമ്പോൾ അവിടെയാണ് ഈ ദൈവവേനത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ഓരോരുത്തരിൽ നിന്ന് പുറത്തേക്ക് കടന്നു ഇടയായിത്തീരുന്നത്. അവിടെയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി ഇടയായിത്തീരുന്നത്. അപ്പം ഞാനിതിൽ നിന്നൊക്കെ ആരെങ്കിലും ഒഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു മാറിപ്പോകുന്നതും ഉചിതമായ പരിഹാര മാർഗമല്ല. അവിടെ നമ്മെ ആക്രമിച്ചിരിക്കുന്നത് നമ്മളിവിടെ ചില കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പം പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുള്ള ഈ പ്രായോഗിക നിർദ്ദേശങ്ങൾ ഏറ്റെടുക്കുവാനും ദൈവം നമ്മെ ആക്രമിച്ചിടങ്ങളിൽ നമ്മിലൂടെ സഭയിൽ സമാധാനം അയച്ചുകൊണ്ടാകേണ്ടതിനായി നമുക്ക് നാം ശ്രമിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മളെ ആക്കിയ സ്ഥാനത്ത് ദൈവനാമത്തിലൂടെ നിൽക്കുകയും ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം നയിക്കുകയും അതേസമയം തന്നെ മറ്റുള്ളവരിലേക്കും ആ ദൈവസ്നേഹവും ദൈവത്തിന്റെ കൽപ്പനകളും ദൈവീയ പ്രമാണങ്ങളും നമ്മളുടെ മറ്റുള്ളവരും മനസ്സിലാക്കുവാനും അവരും ആ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ജീവിതം നയിപ്പാൻ നമ്മൾ ഇടയായിത്തീരണം. അതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കറിയാം, നമുക്ക് പലയിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളോ അല്ലെങ്കിൽ പലയിടത്തും കാണാൻ സാധിക്കും. ഇതൊക്കെ ആദ്യ നൂറ്റാണ്ടിൽ നമുക്കറിയാം കൊരിന്ത്യർ സഭയിലെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ആ സഭയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗിതനായി തീർന്ന അപ്പോസ്തലനായ പൗലോസ് അതിന് പരിഹാരമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ വായിച്ചുകൊണ്ടേറ്റുന്നത്. അത് തന്നെ ഇന്ന് ഈ ഇത്രയും സമയങ്ങൾ 2000 വർഷങ്ങൾ കഴിഞ്ഞു വന്നപ്പോഴും ഇപ്പോഴും അതേ വിഷയങ്ങളുണ്ട്. അതിന് പരിഹാരവും അന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നൽകപ്പെട്ട അതേ വചനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വചനമാണ് ഇന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരുവാനിടയായിത്തീരുന്നത്. ആ വചനം കൂടാതെ ലോകപരമായ എന്തെങ്കിലും പരിഹാരം കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് ഒരുപക്ഷെ നടന്ന് അത് ഫലവത്തായി തീർന്നു വരത്തില്ല. നമുക്കറിയാം, ഇപ്പോഴും അപ്പോസ്തലനായ പൗലോസ് വ്യവഹാരത്തെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. ഇന്നും നമുക്കറിയാം അനേക ഇടങ്ങളിൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ പുറത്ത് കോടതികളിൽ പോയിട്ട് വ്യവഹാരം നടത്തി അല്ലെങ്കിൽ കേസ് നടത്തി അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന പലരും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെയൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. താൽക്കാലികമായി എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുന്നതല്ലാതെ ആ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. പരിഹാരം ഉണ്ടാകേണ്ടത് ലോകത്തിന്റെ കോടതികളിലോ അല്ലെങ്കിൽ അങ്ങനെ ഇടങ്ങളില്ല, ദൈവത്തിന്റെ ജനത്തിന്റെ ഉള്ളത്തിലാണ്. ഹല്ലേലൂയ. ഉള്ളത്തിൽ ദൈവസ്നേഹം കടന്നു വന്നിട്ട് ആ ഒരു ആത്മീയ ഐക്യവും ദൈവസ്നേഹവും ഉള്ളത്തിൽ വന്നിട്ട് അതിലൂടെയുള്ള പ്രവൃത്തികളിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിത്തീരേണ്ടത്. അല്ലാതെ സഭയ്ക്ക് പുറത്ത് കോടതികളിൽ ലോകക്കാരുടെ മധ്യത്തിൽ പോയിട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നടന്നു വരത്തില്ല. അതുകൊണ്ട് ഇന്നും മാറ്റമില്ലാത്ത ഈ ദൈവത്തിന്റെ വനത്താലാണ് ഇന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിത്തീരേണ്ടത്. അല്ലാതെ മറ്റെന്തെങ്കിലും വേറൊരു ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ പരിഹാരങ്ങളോ ഒന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് അന്ന് സൂചിപ്പിച്ച അതേ ദൈവത്തിന്റെ വചനം ഇന്നും അതങ്ങനെ തന്നെ ഫലവത്തായ അല്ലെങ്കിൽ ആ ഒരു വഴിയോട് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ആ വചനഭാഗം ഒന്നുകൂടി വായിച്ചിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, അവിടെയാണ് എടുത്തു പറഞ്ഞത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട്. നമ്മൾ അപ്പോസ്തല സഭയിലെ കാര്യം പഠിക്കുമ്പോൾ അന്നത്തെ ശിഷ്യഗണങ്ങളുടെ മധ്യത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. അവർ ഏക മനസ്സുള്ളവരായിരുന്നു, ഒരേ മനസ്സോടെ കൂടി വന്നവരാണ്. ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെയാണ് സന്തോഷം പൂർണ്ണമാക്കുകയും. അപ്പം അന്ന് അപ്പോസ്തലിക സഭയിൽ ഇങ്ങനെയുള്ള ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തിയും അവിടെ ബുദ്ധി നടക്കാനിടയായി തീർന്നു. അന്ന് അനേകര് ദൈവ സ്നേഹത്തിലേക്ക് അടുത്തൊരിടയായി തീർന്നു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കാനിടയായി തീർന്നു. ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്ന ഒരു മടങ്ങിപ്പോക ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങൾ വരെ അത് ദൈവത്തിന് വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. അന്ത്യകാലത്ത് സകലയിടത്തിന്റെ ആത്മാവിന് ഒരു ഉണർവിന്റെ കാലം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോരുത്. അതിനായി ഒരുങ്ങേണ്ട സമയങ്ങളാണ് ഇത്. എന്നിട്ട് 3-ാം വാക്യത്തിലെ കടന്നൊരു ഇങ്ങനെയാണ് വായിക്കുന്നത്: ശാഠ്യത്താലോ ദുർഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. ഈ വചനം ഇന്നത്തെ കാലത്ത് ഇത് വളരെ ഈ വചനം നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഈ വചനപ്രകാരം ജീവിക്കേണ്ട, ഈ വചനപ്രകാരം സഭകൾ നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും പലരും
ഈ വചനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ വചനപ്രകാരം മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ മറ്റു പല വഴികളിലൂടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു പക്ഷേ ഇതിന് പരിഹാരമായി തീർന്നു വരത്തില്ല. മടങ്ങി ദൈവവചനത്തിലേക്ക് തന്നെ പോയിട്ട് ആ വചനപ്രകാരമുള്ള ഒരു പരിഹാരവും ആ വചനപ്രകാരമുള്ള ജീവിതവും ആ വചനപ്രകാരമുള്ള ആ ക്രിസ്ത്യൻ ലൈഫ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇന്ന് നമ്മുടെ മുമ്പാകെ കാണുന്ന പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാകാൻ കഴിയുള്ളൂ. നമുക്ക് ഈ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനം നമുക്കറിയാം, നമ്മുടെ അധികം പേര് കാണുന്നത്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ ദിവസങ്ങളിൽ അങ്ങനെ പ്രശ്നങ്ങളിലും പ്രയാസവും കടന്നു പോകുന്ന ദൈവത്തിന്റെ സഭയും ദൈവത്തിന്റെ ജനത്തെയും അതിന്റെ ലീഡർഷിപ്പ് കൊടുക്കുന്നവരൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവരിലും ഉണ്ടാകാൻ തീരട്ടെ. അവർക്കും അങ്ങനെ മടങ്ങി വരേണ്ടവർ ഒരു മടങ്ങി വരവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാന്, ദൈവസഭകൾ ഒന്നുകൂടെ ഉണർത്തപ്പെടുവാന്, ദൈവസഭകൾ ദൈവവചനത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാന്, അത് ദൈവസഭകൾക്ക് ഒരു ഉണർവിന് കാരണമായി തീരുവാന്, യേശു ക്രിസ്തു എന്ത് ആഗ്രഹിച്ചോ അതിന് പ്രകാരം സഭകളൊക്കെ ആയിത്തീരുവാന്, അപ്പോസ്തലനായ പൗലോസ് എന്ത് ദൈവസഭയൊക്കെ ആഗ്രഹിച്ചോ അങ്ങനെ ഒരു മാറ്റം ദിവസവും ഉണ്ടാവാൻ തക്കണം. ഈ ദിവസങ്ങൾ ഇടയായി തീരട്ടെ. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവം കളിപ്പിക്കാം. നമ്മെ എല്ലാവരും രാത്രികാലം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം രാത്രികാലം ദൈവദാസങ്ങൾ കൂടി കേൾക്കുവാനിടയായി തീർന്നുവല്ലോ. സ്തോത്രം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം ആരംഭിപ്പാൻ തക്കോണം അതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. എന്റെ സന്തോഷം ഇങ്ങനെ പൂർണ്ണമാക്കുവീൻ, ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. പൗലോസ് ഹല്ലേലൂയ സ്തോത്രം ഫിലിപ്പിയരോട് പ്രബോധിപ്പിക്കുമ്പോൾ ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. അതിനകത്ത് അദ്ദേഹം എങ്ങനെ എന്റെ സന്തോഷം നിങ്ങൾക്ക് പൂർണ്ണമാക്കുവാൻ സാധിക്കും. ദൈവമക്കളോട് അത് പുതിയ നിയമസഭയോട് നമ്മോടുള്ളതായ പ്രബോധനമാണല്ലോ. ഹല്ലേലൂയ സ്തോത്രം. പ്രബോധനം. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിൽ പ്രബോധനം, ക്രിസ്തുവിൽ ആശ്വാസം. ഹല്ലേലൂയ സ്തോത്രം. ഈ വിധത്തിലുള്ള ഗുണങ്ങൾ താഴെ പറയുന്നതായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഒരു ആത്മീയ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അത് മറ്റുള്ള ഒരു സഹോദരന് മറ്റൊരു സഹോദരന് കൂട്ടുവിശ്വാസിക്ക് അതൊരു ആശ്വാസമായിരിക്കും, അതൊരു പ്രബോധനമായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. സ്നേഹത്തിന്റെ ആശ്വാസം, ആത്മാവിന്റെ കൂട്ടായ്മ, ആർദ്രത, മനസ്സലിവ്. ഹല്ലേലൂയ സ്തോത്രം. ഏക സ്നേഹം, ഏക മനസ്സ്, ഏക ഐക്യത. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ വിധത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം ഒരു ദൈവവൈതലിന് മറ്റൊരു ദൈവവൈതലിന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സന്തോഷം പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ളതായ ആത്മീയ ഗുണങ്ങൾ ഉണ്ടോ എന്ന് ഇന്ന് രാത്രികാലം ഈ വചനം കേട്ടപ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് ഒരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാക്കുവാൻ തക്കവണ്ണം, അവന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, ഒരു ദൈവദാസന് ഹല്ലേലൂയ സ്തോത്രം സന്തോഷം അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മെ ദൈവ വഴിയിലേക്ക് നടത്തിയതായ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷത്തെ പൂർണ്ണമാക്കണമെങ്കിൽ സ്നേഹത്തിന്റെ ആശ്വാസവും ആത്മാവിന്റെ കൂട്ടായ്മയും ആർദ്രതയും മനസ്സലിവും ഏക മനസ്സും ഐക്യതയും താഴ്മയും ഹല്ലേലൂയ മറ്റുള്ളവനെ ശ്രേഷ്ഠ എന്ന് കരുതുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അതെ തീർച്ചയായിട്ടും അവന്റെ ജീവിതത്തിൽ അതൊരു സന്തോഷമായിരിക്കും. ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ ഇതൊക്കെയും കാണുമ്പോൾ നമുക്ക് ഹല്ലേലൂയ എത്രമാത്രം അഭിമാനവും ഹല്ലേലൂയ സ്തോത്രം സന്തോഷവും ഉണ്ടാകും എന്ന് ഇത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാകണം എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ദൈവവേദന ആ വിധത്തിൽ മച്ചുവറായിട്ട് വളരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാണല്ലോ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സരവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. വചനം സംസാരിച്ച ദൈവദാസനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈ വചനം രാത്രികാലം വീണ്ടും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരു പക്ഷെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, അതെ പുതിയ സന്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം വീണ്ടും വീണ്ടും അത് വായിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന്
തുടർന്ന് ആദ്യത്തെ 4 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ചാട്ടിത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യരുതെന്നല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോരുത്തരും സ്വന്തം ഗുണം മാത്രമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ, സ്വന്തം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം പ്രവർത്തിക്കുന്നത് പോലെ, മറ്റുള്ളവരുടെ നന്മയും അവരുടെ സന്തോഷവും അവരുടെ അനുഗ്രഹവും ഒക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിരിക്കട്ടെ, നമ്മുടെ ഒരു ഉദ്ദേശമായിരിക്കട്ടെ, നമ്മുടെ ഒരു ലക്ഷ്യമായിരിക്കട്ടെ. നമ്മുടെ പ്രവൃത്തിയിൽ മറ്റുള്ളവർക്കും നന്മയുണ്ടാവണം, മറ്റുള്ളവർക്കും ഗുണമുണ്ടാകണം, മറ്റുള്ളവർക്കും അത് ഉയർച്ചയുണ്ടാകണം, വളർച്ചയുണ്ടാകണം. ആത്മീക വളർച്ച മാത്രമല്ല, അവരുടെ എല്ലാ വളർച്ചയിലും നാം അത് പങ്കാളികളാകുവാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവവേദനയുടെ പൂർണ്ണതയാണ്, അവൻ്റെ മെച്യൂരിറ്റിയാണ് അത് കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല വചനം ഇന്ന് രാത്രികാലം കേൾക്കുവാൻ തക്കോണം, നിർമ്മലമായ ദൈവവചനം ഇന്ന് രാത്രികാലം കേൾക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. പ്രത്യേകിച്ച് വചനം സംസാരിച്ച ദൈവദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോസഫ് പാലമറ്റത്തുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ ബാസിക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ദൈവസേനയിൽ സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ജെയ്സിക്കായി സ്തോത്രം, ജോസിക്കായി സ്തോത്രം. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. നല്ല ഭാവിയും വഴികളും കർത്താവ് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കട്ടെ. ദൈവനാമത്തിന് വേണ്ടി വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരേണ്ടതുണ്ടല്ലോ. അതുപോലെ നാളെ ഉച്ചയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. നാളെ വൈകിട്ട് നടക്കുന്ന പ്രയർ ലൈനിൽ ദൈവവചനം കേൾക്കുവാനും അത് പ്രാർത്ഥിക്കുവാനുള്ള അവകാശമുണ്ട്. ഇംഗ്ലീഷ് സെഷൻ 8:30 മണിക്കുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിച്ച് ഇംഗ്ലീഷ് സെഷനിൽ പങ്കെടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കണമേ ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നാളെ രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഫിനി ജേക്കബ് ഒക്ലഹോമയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഫിനിച്ചാനാണ് വചനം സംസാരിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്കതിൽ പങ്കെടുക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഈ രാത്രി കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവദാസനിൽ കൂടി കേൾക്കുവാൻ ഇടയാക്കിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊള്ളുവാനും കർത്താവെ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും മെച്യൂരിറ്റിക്കും കാരണമായി തീരുവാനും കർത്താവ് ഇടയാക്കണമേ ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുമ്പിൽ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഓരോരുത്തരുടെ ഗുണം മാത്രമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ അന്വേഷിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. വചനം ധ്യാനിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങൾക്ക് കർത്താവെ ആത്മീക സന്ദേശങ്ങൾ അതിൽ കൂടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം വചനം ഞങ്ങൾക്ക് പകുത്തു നന്നായ ദൈവദാസനെ ദൈവരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രം. ദൈവമേ, കഴിഞ്ഞ 10 ക്ലാസ്സുകളിലും നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്ന് 11ാമത്തെ ക്ലാസ്സിലും ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം കർത്താവെ. തൻ്റെ കുടുംബത്തെയും ദൈവമായ ശുശ്രൂഷയും ദൈവരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഫിലദൽഫിയയുടെ പട്ടണത്തിൽ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടിവരുന്ന സഭയെ അനുഗ്രഹിക്കണം, അവരുടെ ജോലിയെ അനുഗ്രഹിക്കണം, അവരുടെ ഭവനത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊള്ളണം, വാഹനങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. നല്ല ഭാവിയെ അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനം നൽകണം കർത്താവേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വഴികളെ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ബാപ്സിക്കായി സ്തോത്രം. മനോഹരമായ ഗാനം പാടുവാൻ തക്കോണം ഈ രാത്രികാലം സഹായിച്ചതോർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ, സ്തുതിക്കുന്നു. കുടുംബമായ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും പ്രത്യേകം ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇന്ന് രാത്രികാലം ദൈവകൃപ ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾ കർത്താവെ ഉറങ്ങുമ്പോൾ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ, വെളിപ്പാടുകൾ ഞങ്ങൾക്ക് ദൈവമേ നീ നൽകി തരുവാൻ കർത്താവെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈനിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും ആവശ്യങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്പോക്കണായിട്ട് അൺസ്പോക്കണായിട്ട് വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നന്മകളും കർത്താവെ, ദൈവിക അനുഗ്രഹങ്ങളും കർത്താവെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് പകർന്നു കൊടുക്കണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവനാമം മഹിമപ്പെടട്ടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ നീ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇന്ന് രാത്രികാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ സ്തോത്രം കുടുംബമായ എല്ലാ പ്രയർ പാർട്ട്നേഴ്സ് സമർപ്പിക്കുന്നു. രാത്രികാലം പങ്കെടുത്തവർ മാത്രമല്ല കർത്താവെ, പങ്കെടുക്കുവാൻ കഴിയാതെ വണ്ണം വിവിധ സാഹചര്യങ്ങളിൽ യാത്രയിലായിരിക്കുന്നവരുണ്ട്. അവരെല്ലാവരും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലൈനിൽ തടസ്സങ്ങളൊന്നും വരാതെ കർത്താവ് കാത്തതിനായി സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രബോധനം കർത്താവ് മറ്റുള്ളവർക്ക് കർത്താവെ ഞങ്ങളുടെ എല്ലാ കർത്താവെ ഇടപെടലുകളും, ഞങ്ങളുടെ എല്ലാ നേച്ചർ, ഞങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും കർത്താവെ മറ്റുള്ളവർക്കൊരു ആശ്വാസവും അവരുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ കാരണവുമായി തീരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്നേഹത്തിന്റെ ആശ്വാസം, ആത്മാവിന്റെ കൂട്ടായ്മ, ആർദ്രത, മനസ്സലിവ്, ഐക്യത, ഏകഭാവം, ഹല്ലേലൂയ സ്തോത്രം, ഏക സ്നേഹം, ഹല്ലേലൂയ സ്തോത്രം, ഏക മനസ്സ്, താഴ്മ, ഇതൊക്കെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോരുത്തരും തങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠം എന്നുമായ അനുഭവം കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം മറ്റുള്ളവരെ കർത്താവെ അതിൽ പ്രോത്സാഹിപ്പിക്കുവാൻ ഞങ്ങൾക്കത് മൂലം കഴിയണം കർത്താവെ. അതിനായിട്ട് ദൈവരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, കർത്താവെ ആത്മാവിന്റെ കർത്താവെ ഈ അനുഗ്രഹങ്ങൾ, ഈ ഫലങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ കർത്താവെ. സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ ജഡത്തിന്റെ പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്ന് മാറി ആത്മാവിന്റെ കർത്താവെ സ്തോത്രം പ്രവൃത്തി ഹല്ലേലൂയ ഞങ്ങളിൽ ഉണ്ടാവട്ടെ കർത്താവെ. അതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രാത്രികാലം കേൾപ്പിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. വചനത്തിന് മുമ്പിൽ അടിയനെ സമർപ്പിക്കുന്നു. എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വചനം സംസാരിച്ച കുടുംബത്തെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കർത്താവേ കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ നാം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തോടും കൂടെ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. യേശുക്രിസ്തു മാത്രമേ രാത്രികാലവും നമുക്ക് ജയം നൽകി തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലസ് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഇനി അങ്ങേ ആരാധിക്കും സ്തുതിച്ച്